ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഉണ്ട ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പൊടിയോ കല്ലോ മണ്ണോ ഒന്നും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചീകി എടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഞുറുക്കി മൂപ്പിച്ചിടുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഒരു സ്പൂണ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി, ഒത്തിരി കൈകൊണ്ട് ഞെരടി എടുക്കരുത്, അപ്പോൾ പിന്നെ ഇതൊന്ന് അലിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂണ് കൊണ്ട് കുഴച്ച് മാറ്റി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇനി അതിനായിട്ടുള്ള മാവ് നമുക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്. അപ്പോൾ മക്കളൊക്കെ വന്ന സമയത്ത് ഇവിടെ പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മളിവിടെ കുറച്ച് വാഴയില നമ്മുടെ തൊട്ടടുത്തുള്ള അമ്മമ്മയുടെ അവിടെ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇരുന്നപ്പോൾ ഒരു കൊതി തോന്നി അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ ഞാനൊരു അടയുടെ റെസിപ്പി ഇട്ടത് മാവ് കലക്കി നമ്മളിങ്ങനെ ദോശമാവ് പോലെ കലക്കി നൈസായിട്ട് ഒഴിച്ചെടുക്കുന്നതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതാ ഞാൻ മാവ് ഇടിയപ്പപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാനിതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലപോലെ മാവൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇടിയപ്പപ്പൊടി നമ്മളെങ്ങനെ കുഴയ്ക്കുന്നതെന്ന് അറിയാമല്ലോ, അതുപോലെ നല്ലപോലെ കുറേശ്ശെ വെള്ളം ഒഴിക്കുക. ആദ്യം നമ്മൾ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക് മാവ് ലൂസായി പോകും. അപ്പോൾ വീണ്ടും മാവ് ഇങ്ങനെ ലൂസാകുമ്പോൾ വീണ്ടും മാവ് ചേർക്കേണ്ടി വരും. അപ്പോൾ ക്വാണ്ടിറ്റി കൂടിപ്പോവും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഏത് പരുവത്തിൽ വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. അതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ തവിയോ അല്ലെങ്കിൽ തടിയുടെ ഇതുപോലത്തെ ഒരെണ്ണം വെച്ചിട്ട് വേണം ചെയ്യാൻ. നല്ല ചൂട് തിളച്ച വെള്ളമാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടെ മാത്രം ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളമായതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് കൈകൊണ്ടും കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചൂട് നോക്കി വേണം കൈകൊണ്ടൊക്കെ കുഴച്ചെടുക്കാൻ. സ്ഥിരം അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അത് തോന്നത്തുമില്ല. അതിൻ്റെ നേക്കുകളും ഇല്ലെങ്കിൽ ഇച്ചിരി കൈ നനച്ചിട്ട് ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ ഒരല്പം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ചൂട് ഒത്തിരി ഇരിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം പച്ചവെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലെ നല്ലപോലെ നമുക്ക് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ എത്രത്തോളം നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കുന്നു അതിനനുസരിച്ച് നല്ല പൂ പോലത്തെ ഇലയുടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ മാവ് കുഴയ്ക്കുന്നില്ല, ഇതിൻ്റെ പരുവൊക്കെ ഇരിക്കുന്ന കേട്ടോ. ശരിക്കും നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ചൂട് മാറിയതിന് ശേഷം ഇതുപോലെ കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ മയപ്പെടുത്തി കുഴച്ചെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ കുഴച്ചെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ മധുരം കഴിക്കാമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. എന്നാൽ മധുരം ഉപയോഗിച്ചുകൂടാന്നുള്ളവർ അത് മധുരം ഒഴിവാക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനിതാ മാവ് കുഴച്ച് മാറ്റിയതിന് ശേഷം വാഴയില കഴുകി വൃത്തിയാക്കി ഇതുപോലെ വാട്ടി വെച്ചിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കീറി വെച്ചിട്ടുണ്ട് വാഴയില. അതിലേക്ക് നമുക്ക് എത്ര മാവ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള മാവ് ഇതിലേക്ക് ഒരു ചെറിയ ഉരുള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി കൈ കൊണ്ടൊന്ന് വെള്ളം ചെറുതായിട്ട് കൈ നനച്ചതിന് ശേഷം ഇതുപോലെ പരത്തി കൊടുക്കുക. അപ്പോൾ ഒരുപാട് കട്ടിക്ക് ഞാൻ പരത്തുന്നില്ല. നൈസായിട്ട് നമ്മൾ പരത്തി എടുക്കുമ്പോഴാണ് കേട്ടോ അത് നല്ല മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഞാനിത് 2 എണ്ണം ദോശക്കല്ലിൽ വെച്ചിട്ട് നമ്മളൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ആവി കയറ്റി ഇഡ്ഡലി തട്ടയിൽ വെച്ച് ആവി കയറ്റി എടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ദോശക്കല്ലിലിട്ട് നമ്മൾ അല്ലെങ്കിൽ മൺചട്ടി ഉണ്ടല്ലോ അതിനകത്തൊക്കെ ഇട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ നൈസായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങില്ലേ അത് എത്ര ആവശ്യം വേണമെന്നനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെക്കാം. ഒരു സൈഡിലോട്ട് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ വീണ്ടും ഈ സൈഡ് അങ്ങോട്ട് മടക്കുന്നത് കൊണ്ട് ഫുള്ള് വെക്കണമെന്നില്ല. പിന്നെ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിന് ശേഷം നമുക്കിതുപോലെ അങ്ങോട്ട് മടക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇല ഇച്ചിരി വീതി കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്രോസിൽ
ഇതുപോലെ അങ്ങ് തിരിച്ച് മടക്കുന്ന, അല്ലെങ്കിൽ നേരെ ഒന്ന് നമുക്ക് മടക്കി ഇതുപോലെ ഒന്ന് 2 സൈഡും മടക്കി ഇങ്ങനെ ഒന്ന് ഇത്രയും മതിയാവും. കണ്ടോ, ഇതുപോലെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇലയുടെ ഇവിടെ നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ അടുപ്പയിൽ ഇതാണ് ഒരു കല്ല് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, അത് കടിച്ച് കഴിക്കാനുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ആ അണ്ടിപ്പരിപ്പും തേങ്ങാപ്പീരയും ഏലക്കാടയും ഒക്കെ നല്ല മണവും ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വല്ലപ്പോഴും കൂടിയൊക്കെ എപ്പോഴേലൊക്കെ ആഗ്രഹം തോന്നുമ്പോൾ ഇതുപോലൊക്കെ വൈകിട്ടത്തേക്ക് വെറും ചായയുടെ കൂടെ അല്ലെങ്കിൽ രാവിലെ സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഇലയെല്ലാം ഒന്ന് കരിയും കേട്ടോ. അതൊന്നും സാരമില്ല, നല്ലപോലെ മുരിഞ്ഞ് ഇട്ട് നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ കണ്ടോ, തിരിച്ചും മറിച്ചും ഇട്ട് തന്നെ ഒന്ന് മൂപ്പിച്ച് എടുക്കുക. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും. ബാക്കിയൊക്കെ ഞാനിതുപോലെ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 മാത്രം ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് ബാക്കിയെല്ലാം ഞാൻ ഇഡ്ഡലി തട്ടയിൽ വെച്ചത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ, പുഴുങ്ങിയൊക്കെ എടുക്കുന്ന ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതാ ഇലയൊക്കെ കരിഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ മാവ് അങ്ങനെ കരിഞ്ഞു പോകത്തില്ല കേട്ടോ. നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിനി ഇത് ഇലയൊക്കെ മാറ്റിയിട്ട് കാണിക്കാം. ഇപ്പോൾ ഇതാ കണ്ട ഒരെണ്ണ ഇല മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് ആ ഇലയൊക്കെ മാറ്റിയെടുക്കാം. നല്ലപോലെ വെന്ത് ആ സൈഡെല്ലാം കണ്ടോ ചുമന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാമെന്നുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം, പുഴുങ്ങി കഴിക്കാമെന്നുള്ളവർക്ക് ആവിയേറ്റി എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. രണ്ടിനും 2 ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇഡ്ഡലി ചെമ്പി വെച്ച് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബായ്.